പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കൽ പുരുഷന്മാർക്ക് 27 പുണ്യമുണ്ട്. അതേ പ്രതിഫലം സ്ത്രീകൾ പോയാൽ കിട്ടുമെന്നാണ്. വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടണം അങ്ങനെ പറയാൻ കഴിയില്ല. വീട്ടിൽ നിസ്കരിച്ചാൽ അങ്ങനെ അതേ കൂലി കിട്ടുമെന്ന് പറയാൻ അല്ലാഹു അഅലം. നമുക്ക് തന്നെ പ്രത്യേകിച്ച് അറിയില്ല, അങ്ങനെയൊന്നും ശ്രദ്ധപ്പെട്ടിട്ടില്ല. പള്ളി വന്നാൽ പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ കൂലി ഉണ്ടെങ്കിൽ കിട്ടും. പോകൽ പുരുഷന്മാർക്കുള്ള പോലെ ബാധ്യതയില്ലാന്നേ ഉള്ളൂ. പള്ളി പോകൽ പുരുഷന്മാർക്കുള്ളത് പോലത്തെ ബാധ്യത സ്ത്രീകൾക്കില്ല. അള്ളാഹ് കൽപ്പിച്ചത് പുരുഷന്മാരോടാണ്, സ്ത്രീകൾ അങ്ങനെ കൽപ്പിച്ചിട്ടില്ല, ഇളവുണ്ട്. വന്നാൽ എല്ലാ കൂലിയും അവർക്കും കിട്ടും. സ്വഹാബത്തിന്റെ ഭാര്യമാരൊക്കെ പള്ളിയിൽ വന്നു, ഇവിടെ ഭാര്യമാർ പള്ളിയിൽ വന്നു. അതൊക്കെ കൂലി കിട്ടാതെക്കാൻ വേണ്ടി വന്നതല്ലല്ലോ. ഉമർ ഖത്താബ് ആതിക വിവാഹം അന്വേഷിച്ചപ്പോൾ തന്നെ ആതിക ബീവി 3 നിബന്ധന വെച്ചു. വിവാഹം കഴിക്കുന്നതിനിടയിൽ എനിക്ക് 3 നിബന്ധന ഉണ്ട്. അത് ഒന്ന്, നബിയുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് തടുക്കാൻ പാടില്ല. അത് അംഗീകരിച്ചിട്ടാണ് ഉമർ ഖത്താബ് അവരെ വിവാഹം കഴിക്കുന്നത്. 2, എൻ്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. 3, എൻ്റെ മുഖത്ത് അടിക്കാനും പാടില്ല. ഈ 3 കണ്ടീഷൻ അംഗീകരിച്ചിട്ടാണ് ഉമർ ഖത്താബ് അവരെ വിവാഹം കഴിച്ചത്. നബിയുടെ ഭാര്യമാർ 31 പള്ളി വന്ന് ഇത്തികാഫ് ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച ഹദീസാണ്. അപ്പൊ പോകൽ പുരുഷന്മാർക്കുള്ള പോലെ ബാധയില്ല എന്ന് മാത്രം. വീട്ടിൽ നിസ്കരിച്ച അങ്ങനെ അതേ കൂലി കിട്ടുന്നത് അല്ലാഹു അഅലം. എന്റെ ധാരണയെ വന്നിട്ടില്ല. അത് ഒരു കാര്യം ഖൈറാണ് എന്ന് വന്നാൽ മറ്റേ കാര്യം ഷർറാണെന്ന് വരില്ല. വീടാണ് ഖൈറ് എന്ന് വന്നാൽ തന്നെ പള്ളി പോയി ഷർറാണ് അർത്ഥമില്ലല്ലോ. ഒന്നാമത്തെ സഫാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സഫ് ഷർറാണെന്നല്ലോ. അതിന് വേറെ ഖൈറുണ്ടാവും, ഇതിന് വേറെ ഖൈറുണ്ടാവും. അത് ഏതിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്ന് ഖൈറാണ് എന്ന് വരുമ്പോൾ അല്ലാത്തവർക്ക് ഷർറാണ് എന്നല്ല. അതിൽ കുറെ ഖൈറുണ്ട്, മറ്റു പല ഖൈർ. ഒരു പെണ്ണിപ്പോ എവിടെയും പോകണില്ല, ഫുള്ള ജാളത്തേക്കും സലാത്തും നിൽക്കണം ഒക്കെ പെണ്ണെങ്കിൽ പോകാനും എന്നാ പള്ളി കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അല്ലാഹു അഅലം.